ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്കിന്ന് നാമം വരയ്ക്കാൻ പഠിക്കാം. നാമമുണ്ട്, ശംഖുണ്ട്, സുദർശന ചക്രമുണ്ട്. അപ്പോൾ അതിൽ നാമം പഠിക്കാം. തിരുപ്പതി ഭഗവാനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ നാമം വരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇതിനു മുന്നേ നല്ല വിശദമായിട്ട് ചാനലിൽ നമ്മൾ എങ്ങനെയാണ് നാമം വരയ്ക്കുക എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. എങ്ങനെയാണ് നാമം വരയ്ക്കാമെന്ന് അത് നോക്കി പഠിക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഈ ചിത്രം ഉണ്ടല്ലോ, ഇതൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയുണ്ടെന്നൊന്ന് സൂക്ഷിച്ച് നോക്കുക. ഒരു വലിയ സർക്കിളുണ്ട്. സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സർക്കിളിൻ്റെ പുറമേ ഉള്ള സർക്കിളിനകത്ത് 8 മഷിപ്പൂക്കളുണ്ട്. മഷിപ്പൂക്കൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. റൗണ്ട് ഷേപ്പാണ് ഇവിടെ വരച്ചത്. വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വരയ്ക്കാം. ഏതാണോ ഓരോരുത്തർക്ക് ഇഷ്ടം അതനുസരിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ മഷിപ്പൂക്കൾ ഇവിടെ വരച്ചു. അപ്പോൾ ആദ്യം സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ 2 സർക്കിളും കൂടെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ നാമം വരയ്ക്കുക. പുറമെയാണ് മഷിപ്പൂക്കൾ വരുന്നത്. അപ്പോൾ മഷിപ്പൂക്കൾ ഏത് വേണമെങ്കിലും വരയ്ക്കാം. സ്ക്വയറോ റൗണ്ടോ ഡയമണ്ടോ ഏതാണെങ്കിലും വരയ്ക്കാം. മഷിപ്പൂക്കൾ വരയ്ക്കുമ്പം ശ്രദ്ധിക്കണം. എങ്ങനെയാണ്, ഇവിടെ ഇപ്പോൾ ഞാൻ ഒരേ ഡിസ്റ്റൻസിലാണ് മഷിപ്പൂക്കൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും? സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ ഭാഗമായിട്ടൊന്ന് ലൈറ്റായിട്ട് പെൻസിൽ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഓരോ ലൈനിലും നമുക്ക് ഓരോ മഷിപ്പൂക്കൾ വരച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പം കൃത്യമായ അളവിൽ നമുക്ക് മഷിപ്പൂക്കൾ വരച്ചെടുക്കാനായിട്ട് പറ്റും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇതെല്ലാവരും തനിയെ ചെയ്യേണ്ട ഹോംവർക്കാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വരയ്ക്കാനായിട്ട് പറ്റൂ. ഇനി വീണ്ടും ഞാൻ നാമം വരച്ച് പഠിപ്പിക്കുന്ന ഇത് കാര്യമില്ല. കാരണം അതിനകത്ത് ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ ഈ പിക്ചറിലുള്ള സെൻറ്ററിലെ ഭാഗം എല്ലാം കഴിഞ്ഞു. പിന്നെ സൈഡിൽ എന്താ വരുന്നത്? 6 മയിൽപ്പീലികൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിലാണ്. നാമത്തിനോട് ചേർന്നിരിക്കുന്ന മയിൽപ്പീലികൾ രണ്ടും സെൻറ്ററിലേക്ക് വന്നു, പിന്നെ 2 കോണിലേക്ക് പോയി, പിന്നെ താഴത്തേക്ക് പോയി. ഈ രീതിയിൽ ഒരു സൈഡിൽ എങ്ങനെയാണോ മയിൽപ്പീലികൾ വരയ്ക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരയ്ക്കണം. അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയിൽ കാണുന്ന പിക്ചർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നാമം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിക്കുക. പിന്നെ ഇതിന് മുന്നേ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഈ ഡിസൈൻ വരയ്ക്കുക. ഇവിടെ ഈ പിക്ചറിൽ നോക്കിക്കേ, ഒരു സൈഡിൽ 3 മയിൽപ്പീലി വന്നിരിക്കുന്നു. ആ 3 മയിൽപ്പീലികളും 3 ഡയറക്ഷനിലേക്കാണ് തിരിച്ച് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലും വരച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും വരയ്ക്കുക. നമ്മൾ 5 ക്ലാസ്സുകളിലായിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തനിയെ വരയ്ക്കണം. വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എവിടെയാണോ ഡൗട്ട് അതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഈ സെയിം ഡിസൈൻ തന്നെ ഒന്നും കൂടെ ചെയ്തു തരാം വേണമെങ്കിൽ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നാമം പഠിക്കേണ്ടതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അതിൽ കയറിയിട്ട് നാമം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം സെൻറ്ററിലുള്ള ആ സർക്കിളും മഷിപ്പൂക്കളും നാമവും ഉൾപ്പെടെ വരയ്ക്കുക. അതിനുശേഷം 2 സൈഡിലും മയിൽപ്പീലികൾ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം വരച്ചോളൂ. അപ്പം നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.